നമസ്കാരം. നമ്മുടെ ഇവിടെ യൂട്യൂബ് ചാനലിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പ്രൈവസി നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. എന്താണെന്നുള്ളത് അമ്മയോട് തന്നെ ചോദിക്കണം. നമസ്കാരം, എൻ്റെ പേര് റോഷ്നി. ഇതിനു മുൻപ് നമ്മൾ വാഴയിലയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് പൊള്ളിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അറിയിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചെയ്യുന്നത്. ബീഫ് തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അമ്മ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ്? 1/2 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ഒരു അല്പം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, നീര്, ചെറിയ ഉള്ളി ഒരു ബൗളിലുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, കറിവേപ്പില 2 തണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. 2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇടാം. കുറച്ച് വെളുത്തുള്ളി ഇതിൽ നമുക്ക് ചേർക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഇത് ചേർത്ത് നല്ലോണം അതെ മിക്സ് ചെയ്യാം. അതെ. നമ്മൾ കുക്കറിൽ ഒരു ബീഫ് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യണത്. അപ്പം നമുക്കൊരു 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം. അതിന് മുൻപായിട്ട് 2 ഏലക്കായും 2 കരയാമ്പ്, ഒരു ചെറിയ കഷ്ണം വറുത്തിട്ടുണ്ട്. അത് ഒരു സ്മെല്ല് വരും. ബീഫ് അല്ലെങ്കിൽ വേവിക്കുമ്പോൾ സ്മെല്ല് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. ഇല്ല, ഒന്നും വേണ്ട. ഈ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതെ, കുക്കറാകുമ്പോൾ പെട്ടെന്നാവും. അതെ. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വിസിൽ വന്നിട്ട് നമുക്ക് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ശരി. നമ്മളത് സിമ്മിലാക്കിയാണ്. ഒരു വിസിൽ വന്ന് നമ്മൾ 35 മിനിറ്റ് വരെയും വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. വെള്ളമൊക്കെ പറ്റി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളൊരു ദോശക്കല്ലാണ് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നീ ഇപ്പോൾ വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, ഞാൻ നേരത്തെ നമ്മൾ എടുത്തിട്ട് വെച്ചിരുന്നില്ല, ഇത്തിരി ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ് ധാരാളം. നമ്മളിതിൽ സവാള ചേർത്തിട്ടില്ല, പച്ചവളവും ചേർത്തിട്ടില്ല. പച്ചവളവും സവാളയും നമ്മൾ ചേർക്കണില്ല. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് പൊടികൾ ചേർത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ടല്ലോ. ചട്ടി ചൂടായി വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക്
ചെറിയ മൂപ്പ് മതി. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ നേരത്തെ ഇതൊക്കെ ചേർത്താണ് ബീഫ് വേവിച്ചാക്കണത്. അതെ അതെ. അത് തന്നെ കുറച്ചും ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ബീഫ് ഇട്ട് ഫ്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇടാം. ഉപ്പ് ഒഴിക്കാം. ബീഫിന് പാകത്തിനുള്ള ഉപ്പ് നമ്മളുണ്ട്. ഈ മസാലക്കുള്ളത് മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇടാം. മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പം കുരുമുളകും ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറ്. നമുക്കത് ചേർക്കാം. നമ്മുടെ ബീഫ് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഫ്രൈ ആയി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. കുരുമുളക് 1/4 ടീസ്പൂൺ നമ്മൾ ഒടുവിൽ നമ്മൾ ചേർക്കണം. അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കണം. ഞങ്ങൾക്ക് അല്പം അത് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് വേപ്പില മുറിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ മുറിച്ചു. ബീഫൊക്കെ എപ്പോഴും നല്ല സ്പൈസി ആയിട്ട് തന്നെ കഴിക്കണം. അതെ 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 അതെ. ഉപ്പിൻ്റെ കുറവ് ഒരല്പമുണ്ട്, നമുക്കത് അല്പം ചേർക്കാം. ബീഫ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മക്കളെ ടേസ്റ്റ് ചെയ്യും. എന്റെ കൊച്ചു മകനാണ് ഇവിടെ വന്നിരിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ. പ്രണവകൃഷ്ണ നമ്മനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നമ്മോനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതെ. അസാധ്യ ബീഫ് ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കിയത്. ഒന്നും പറയാനില്ല. ഈ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും തന്നെയാണ്. പിന്നെ അമ്മയുടെ കൈപ്പുണ്യം കൂടി ചേർക്കുമ്പോൾ ഒന്നും അതിൻ്റെ അപ്പുറത്തേക്കായി വേറെ ലെവലായി. തീർച്ചയായും നിങ്ങളുടെ വീഡിയോ പരീക്ഷ കൊടുക്കാം. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇടുന്ന പുതിയ എല്ലാ എപ്പിസോഡിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ നമസ്കാരം. Bye bye.